നമുക്കിതിൽ ഒരുപാട് ഫോണ്ടുകൾ ഉപയോഗിക്കാൻ പറ്റേ. ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ ഫോണ്ട് ക്ലിക്ക് ചെയ്താൽ ആദ്യം ആപ്പ് ഡൗൺലോഡ് ചെയ്ത ആളുകൾക്കൊന്നും ഇത്രത്തോളം ഫോണ്ട് കിട്ടൂല. അവർ ഡൗൺലോഡഡ് എന്ന ഓപ്ഷനിൽ പോയിട്ട് ഇഷ്ടംപോലെ ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരുപാട് ഫോണ്ട് ഉണ്ട് അതിൽ. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഇതിൽ നാലാമത്തെ ഓപ്ഷൻ ഷാഡോ. ഈ നമ്മൾ എഴുതിയ ഈ സ്വലാത്ത് മജ്ലിസിനൊരു അതിൻ്റെ ഒരു നേര് കൊടുക്കുക. നമുക്കത് മനസ്സിലാവും, കണ്ടാൽ തന്നെ മനസ്സിലാവും. കണ്ടില്ലേ? ആ നേര് നമുക്ക് വലത്തോട്ട് കാക്കുക, ഇടത്തോട്ട് കാക്കുക, തായോട്ട് കാക്കുക, മേപ്പോട്ട് കാക്കുക. ഇതൊക്കെ ഇങ്ങനെ പറ്റും കേട്ടോ. അത് നമ്മൾ ഒരുപാട് നേരം അതിന്മേൽ കളിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ. പിന്നെ അടുത്ത് നമുക്ക് അതിൻ്റെ സൈസ്, അതിൻ്റെ വലിപ്പം കൂട്ടാനും കുറക്കാനുള്ളതാണ്. ഈ വലിപ്പം നമുക്ക് എത്രയും കൂട്ടുക കുറക്കുക ഒക്കെ പറ്റും കേട്ടോ. പറ്റും. ഇനി നമുക്ക് അതിന് പറയാനുള്ള സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ടെക്സ്റ്റിൻ്റെ കളർ നമ്മളൊന്ന് മാറ്റി നമുക്ക് മനസ്സിലാവും സ്ട്രോക്ക് എന്തിനാ പറ്റുക എന്നുള്ളത്. ഓക്കെ. ഇതിപ്പോൾ മഞ്ഞ കളറാണ്. നമ്മളതിൽ സ്ട്രോക്ക് ഉണ്ടല്ലോ, സ്ട്രോക്ക് കളറ് ബ്ലാക്ക് കൊടുക്കുക. ബ്ലാക്ക് കൊടുത്തിട്ട് നമുക്ക് ഓപ്ഷൻ നോക്കാം, മാസാന്ത സ്വല. ആ സ്ട്രോക്ക് കളറിൽ ഞാൻ മാറണ്ടില്ലേ. അപ്പോൾ നമുക്ക് നല്ല മട്ടത്തിൽ ഇങ്ങനെ സ്വലാത്ത് മജ്ലിസ് ഇങ്ങനെ കാണുന്ന രൂപത്തിലായി മാറും. ഓക്കെ. ടെക്സ്റ്റ് ഫ്ലോ, അത് നമ്മൾ ടെക്സ്റ്റിൻ്റെ ഓരോരോ അത് റൈറ്റ് കാക്കുക, ലെഫ്റ്റ് കാക്കുക. ഈ ടെക്സ്റ്റ് നമുക്ക് ഇപ്പോൾ സെൻറ്ററിലുള്ളത് അത് നമുക്ക് ലെഫ്റ്റ് കാക്കുക, റൈറ്റ് കാക്കുക, ടോപ്പിലാക്കുക, അതുപോലെ തന്നെ താഴോട്ടും ആക്കുക. ഇങ്ങനെ നമുക്ക് എന്താക്കുക, ഓരോ ഭാഗത്ത് കാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആ ടെക്സ്റ്റിൽ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കൊണ്ടുവരാം. അതാ നല്ല ഉഷാറായല്ലോ, മാസാന്ത സ്വലാത്ത് മജ്ലിസ്. അങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. നമുക്ക് എഴുത്തിനൊക്കെ നമുക്ക് അണ്ടർലൈൻ കൊടുക്കാൻ പറ്റും. ഇവിടെ അണ്ടർലൈൻ കണ്ടില്ല, അവിടെ ടിക്ക് ഇട്ടാൽ അണ്ടർലൈൻ കൊടുക്കുക. അതുപോലെ തന്നെ എഴുത്തിൻ്റെ മുകളിലൂടെ നമുക്കൊരു ചെറിയൊരു വരക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തുള്ള സ്ട്രൈക്ക് അവിടെ എന്താക്കിയാൽ മതി, ക്ലിക്ക് ചെയ്താൽ അങ്ങനെ കിട്ടും. അതുപോലെ ഒരുപാട് ഓപ്ഷൻ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും വിവരിക്കണില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ വിവരിക്കുള്ളൂ. ഓക്കെ. ഇനി അടുത്തതിൽ ബാക്ക്ഗ്രൗണ്ട്. ഇതിൻ്റെ മൊത്തത്തിൽ ഇത് നമ്മൾ എഴുത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിന് കളർ കൊടുക്കാനുള്ളതാണിത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഏത് കളറും കൊടുക്കാം, ഏത് മഞ്ഞക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. ബാക്ക്ഗ്രൗണ്ട് ഏതും കൊടുക്കാൻ പറ്റും കേട്ടോ.